നൃത്തപരിപാടിക്കിടെ കലൂർ സ്റ്റേഡിയം വിട്ടുകൊടുത്തതിൽ GCDAക്ക് എതിരെ അന്വേഷണം. സ്റ്റേഡിയം വിട്ടുകൊടുത്തതിൽ അഴിമതിയുണ്ട് എന്ന പരാതിയിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. GCDA ചെയർമാനും സെക്രട്ടറിക്കും എതിരെയാണ് അന്വേഷണം. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, നൃത്തപരിപാടിക്ക് ഇടെ ഉണ്ടായ അപകടത്തിലായിരുന്നു MLAക്ക് പരിക്കേറ്റത്. ഇപ്പോൾ ആരുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് നിഗമനം. ഏത് പശ്ചാത്തലത്തിലാണ് GCDA അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നത്? അഭിലാഷ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ തന്നെ പരാതി ഉയർന്നിരുന്നു. അതിൽ പ്രധാനമായും തന്നെ GCDA ഇതിൽ എങ്ങനെയാണ് ഒരു നൃത്ത പരിപാടിക്ക് അനുമതി കൊടുക്കുക, പ്രത്യേകിച്ച് ഒരു സ്പോർട്സിന് കായിക വിനോദത്തിന് വേണ്ടി മാത്രമായി നിഷ്കർഷിച്ചിട്ടുള്ള ഒരു വെന്യൂ, ഒരു വേദി, അതെങ്ങനെയാണ് നൃത്ത പരിപാടിക്ക് കൊടുക്കുക എന്ന് തുടക്കം മുതൽ തന്നെ ചോദ്യം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനൊരു സ്ഥലം നിശ്ചയിക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ പണം ഈടാക്കുക തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ സംശയത്തിൽ തന്നെയായിരുന്നു. GCDAക്ക് ഇതിൽ എത്രമാത്രം കാര്യങ്ങൾ, ഇത്രമാത്രം അവകാശത്തോടെ ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് കൊച്ചി സ്വദേശിയായ ചെഷയർ ടാൾസിനെ സംബന്ധിച്ച ഒരു പരാതി വിജിലൻസിന് സമർപ്പിക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് തന്നെ വിജിലൻസ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന സംഘാടകർക്ക് എങ്ങനെയാണ് ഈ ഒരു സ്റ്റേഡിയം വിട്ടുകിട്ടുന്നതിന് അനുമതി നൽകിയത് എന്നതാണ് പ്രധാനമായും ചോദിക്കുന്നത്. ഇതിൽ ഏപ്രിൽ വരെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം വെന്യൂ ആണത്, അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാർ നിലനിൽക്കെ ഇതിന് എങ്ങനെ അനുമതി നൽകാൻ കഴിഞ്ഞു എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ തന്നെ ഇത്തരമൊരു പരിപാടിക്ക് എതിർപ്പ് അറിയിച്ചത് GCDAയിൽ നിന്ന് തന്നെ ആദ്യഘട്ടത്തിൽ എതിർപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് GCDA ചെയർമാനും അതോടൊപ്പം തന്നെ സെക്രട്ടറിയുമാണ് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതെങ്ങനെയാണ് അവർക്ക് ആ രീതിയിൽ ഒരു അനുമതി ഏകപക്ഷീയമായി നൽകാൻ കഴിയുക? മാത്രവുമല്ല, ഇതിന് നിരക്ക് നിശ്ചയിച്ചത് ആരാണ് എന്ന ചോദ്യവും വരുന്നുണ്ട്. ഈ നിരക്ക് നിശ്ചയിച്ചതിൽ നിശ്ചയിക്കാൻ കഴിയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖ്യമന്ത്രിയും ഉൾപ്പെടുന്നവർക്കാണ്. ഇതിന് മറ്റു രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നിരക്ക് നിശ്ചയിക്കാൻ കഴിയുക. അപ്പോൾ അതിനെല്ലാം തന്നെ മറികടന്നുകൊണ്ട് തികച്ചും ഏകപക്ഷീയമായ രീതിയിലേക്ക് ഒരു കരാർ പോലും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞുവെങ്കിൽ അതിൽ ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ ഒരു അപേക്ഷ വന്നിരിക്കുകയും ഇപ്പോൾ വിജിലൻസ് ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് പ്രാഥമികമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. GCDAയിലെ ഈ ഇടപാടുകൾ, പൊതുവായി വന്നിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച് സമഗ്രമായ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അടുത്ത കാലത്ത് നടന്ന കരാറുകൾ, അത്തരം കാര്യങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലും അന്വേഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യം, ഉമാ തോമസ് MLA അവിടെ നിന്ന് വീണ പരിക്കേറ്റ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പൊതു പരാതി ഉയർന്നതെങ്കിൽ കൂടിയും സമാനമായി നടന്നിട്ടുള്ള ഈ ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങൾ ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അഭിലാഷ്, എന്തായാലും നൃത്തപരിപാടിക്ക് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ GCDAക്ക് എതിരെ വിജിലൻസ് അന്വേഷണം വരുന്നത്. നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ കായിക വിനോദങ്ങൾക്ക് വേണ്ടി നൽകേണ്ട സ്റ്റേഡിയം എങ്ങനെയാണ് ഈ നൃത്തപരിപാടിക്ക് വേണ്ടി വിട്ടു നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട് ആണ് വിവാദം നിലനിൽക്കുന്നത്. ഇതിൽ പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണിപ്പോൾ അന്വേഷണം.